ബ്ലൂലാൻഡ് കാട്ടിലെ കൊക്കുകളെല്ലാം ആറ്റിൻകരയിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവരുടെ അടുത്തേക്ക് ഒരു കൊക്ക് നടന്നു വരുന്നത് അവർ കണ്ടു. നമ്മുടെ കാട്ടിൽ പുതിയൊരു കൊക്കോ? ഹലോ കൂട്ടുകാരെ, സുഖമാണോ? ഞങ്ങൾ സുഖമായിരിക്കുന്നു. നിനക്ക് സുഖം തന്നെയല്ലേ? സുഖമായിരിക്കുന്നു. ബ്ലൂലാൻഡിൽ നിന്നെ ആദ്യമായാണ് കാണുന്നത്. എവിടെ നിന്നാ വരുന്നത്? ഞാൻ പർപ്പിൾ ലാൻഡിൽ നിന്നാ വരുന്നത്. ഓഹോ, അങ്ങനെയാണോ? അല്ല, നീ എന്തിനാ ഇങ്ങനെ നടന്നുകൊണ്ട് വരുന്നത്? നിനക്ക് പറന്നു വന്നുകൂടായിരുന്നോ? ഞാൻ പറഞ്ഞിട്ട് വരുമായിരുന്നു. എന്നാൽ ഇങ്ങോട്ടൊന്ന് നോക്കൂ. അങ്ങനെ പറഞ്ഞ് ആ കൊക്ക് അതിന്റെ ഒരു ചിറക് കാണിച്ചു. പാവം അതിന്റെ ചിറക് ഒടിഞ്ഞു പോയിരുന്നു. അയ്യോ, നിന്റെ ഒരു ചിറക് ഒടിഞ്ഞിരിക്കുകയാണല്ലേ? അതെ, അതുകൊണ്ട് എന്റെ കാട്ടില് എന്നോട് ആരും ഒന്നും സംസാരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കാട്ടിലേക്ക് വന്നത്. ഓ, അങ്ങനെയാണോ? ഈ കാട്ടിൽ ആരും നിന്നോട് അങ്ങനെയൊന്നും പെരുമാറില്ല. ഇവിടെ എല്ലാവരെയും ഞങ്ങൾ ഒരുപോലെ പരിഗണിക്കാറുള്ളൂ. ഇനി മുതൽ ഞങ്ങൾ എല്ലാവരും നിന്റെ സുഹൃത്തുക്കളാ. നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി. അന്ന് മുതൽ ആ കൊക്ക് അവിടെ താമസിക്കാൻ തുടങ്ങി. എല്ലാവരും അതിനോട് നല്ല രീതിയിൽ പെരുമാറി. കൊക്കുകളെല്ലാവരും ഭക്ഷണം തേടി പോയപ്പോൾ കാട്ടിലുള്ള മറ്റു മൃഗങ്ങളോടെല്ലാം ഈ കൊക്ക് നല്ല രീതിയിൽ ഇടപഴകി. ഒരു ദിവസം കാലാവസ്ഥ മാറി മഴ പെയ്യാൻ തുടങ്ങി. എല്ലാ മൃഗങ്ങളും എങ്ങനെയോ അതിൽ നിന്നും രക്ഷപ്പെട്ടു. മഴയെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും നോക്കിയപ്പോൾ കാട്ടിൽ പലയിടങ്ങളിലും വെള്ളം പൊങ്ങിയിരിക്കുന്നു. ഇവിടെ ഒരുപാട് മഴ പെയ്തല്ലോ. കാട്ടിൽ എല്ലാ ഭാഗത്തും വെള്ളം നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും ആവലാതിപ്പെടാറില്ലേ? മഴ പെയ്തതുകൊണ്ടാണ് വെള്ളം പൊങ്ങി നിൽക്കുന്നത്. അതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? 2 ദിവസം കഴിഞ്ഞാൽ അത് താനെ ഇറങ്ങിപ്പോയിക്കോളും. ആ കൊക്ക് ഇതിനെക്കുറിച്ച് എല്ലാരോടും സംസാരിച്ചെങ്കിലും എല്ലാവരും ഇതേ മറുപടി തന്നെയാണ് പറഞ്ഞത്. ഈ കാട്ടിൽ ഈ അവസ്ഥയെക്കുറിച്ചുള്ള ധാരണ ആർക്കുമില്ലെന്ന് കൊക്കിന് മനസ്സിലായി. അടുത്ത ദിവസം രാവിലെ അവൻ നദീതീരത്ത് പോയി അവിടെ കുഴി കുഴിക്കാനായി തുടങ്ങി. അവൻ സ്വന്തം ചുണ്ടുകൊണ്ടായിരുന്നു കുഴി തോണ്ടിയിരുന്നത്. അതിനുശേഷം മണ്ണ് ചിറകുകൊണ്ട് ഒരു വശത്തേക്ക് തള്ളിമാറ്റി. ഇതുപോലെ നീളത്തിലാണ് അവൻ കുഴിയെടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ പല സമയത്ത് അവൻ കഷ്ടപ്പെട്ട് വളരെ നീളമുള്ളൊരു കനാലുണ്ടാക്കി. ഇത്രയും നേരം ജോലി ചെയ്തിട്ടും വെറും 4 അടി മാത്രമേ കുഴിക്കാൻ കഴിഞ്ഞുള്ളൂ. എന്നെ കുറച്ചു പേരെങ്കിലും സഹായിച്ചാൽ ഈ ജോലി പെട്ടെന്ന് തന്നെ തീരും. എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഈ കാഴ്ചയെല്ലാം ഒരു കാണ്ടാമൃഗം ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. ഇവൻ 1-ാം നമ്പർ വിഡ്ഢിയാണല്ലോ. ഈ വിഡ്ഢിയെക്കുറിച്ച് ഞാൻ കാട്ടിലെല്ലാവരോടും പറയും. ഇങ്ങനെ പറഞ്ഞ കാണ്ടാമൃഗം അവിടെ നിന്നും പോയി. അതിനുശേഷം കൊക്ക് നദീതീരത്തിലേക്ക് പോയി. അല്ല കൊക്കേ, നീ എങ്ങോട്ടാ പോകുന്നേ? എന്നും ഈ നേരത്ത് നിന്നെ ഇവിടെ കാണാറുണ്ടല്ലോ. ഞാൻ നദിക്കരയിൽ പോയി കുഴി തോണ്ടുകയായിരുന്നു. കുഴിക്കാനോ? അതെന്തിനാ ചെയ്യുന്നേ? ഇത്തവണ വളരെയധികം മഴ പെയ്തില്ലേ? മഴ അധികമായാൽ പിന്നെ പ്രളയം ഉണ്ടാവും. ഞാൻ ഒറ്റയ്ക്ക് ഒരു കനാലുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ കനാല് കാട്ടിൽ നിന്നും കുഴിച്ച് ആ വലിയ നദിയിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. പിന്നീട് എത്ര തന്നെ മഴ പെയ്തു കഴിഞ്ഞാലും മഴവെള്ളമെല്ലാം ആ കനാല് വഴി നദിയിലേക്ക് പൊയ്ക്കോളും. പിന്നീട് നമ്മുടെ കാട്ടിലൊരിക്കലും പ്രളയമൊന്നും ഉണ്ടാവില്ല. ദേ ഇങ്ങോട്ട് നോക്കൊക്കെ. നീ എന്തിനാ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ? ഇവിടെ പ്രളയമൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. അടുത്ത ദിവസം രാവിലെ വീണ്ടും കൊക്ക് അവിടെ കുടിക്കാനായി തുടങ്ങി. ഈ സമയം കാണ്ടാമൃഗം കാട്ടിലുള്ള എല്ലാവരോടും വിവരം പറഞ്ഞു. ആ വിഡ്ഢിയായ കൊക്ക് ഒരു കാര്യവുമില്ലാതെ നദിയിൽ നിന്നും കാട്ടിലേക്ക് ഒരു കനാൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതായത് കാട്ടിൽ പ്രളയമുണ്ടായി പോകുമോ എന്ന് അത് പേടിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ആ കൊക്കിനെ ഒട്ടും ബാധിച്ചില്ല. അവൻ വീണ്ടും ശ്രമം തുടർന്നു. ഏകദേശം 15 ദിവസം കൊണ്ട് കൊക്ക് വളരെ കഷ്ടപ്പെട്ട് നീളമുള്ളൊരു കനാലുണ്ടാക്കി. അതിനുശേഷം അവൻ നദീതീരത്ത് വിശ്രമിക്കുകയായിരുന്നു. കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും ആ കൊക്കിനെ കണ്ട് അവന്റെ പരിശ്രമവും ബുദ്ധിശക്തിയും കണ്ട് അവനെ അഭിനന്ദിച്ചു. എന്നാൽ ഇത് കാണ്ടാമൃഗത്തിന് ഒട്ടും സഹിച്ചില്ല. ഇവൻ കാടിന്റെ ഹീറോ ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ.
ഇവന്റെ പരിശ്രമമെല്ലാം ഞാൻ എങ്ങനെ നശിപ്പിക്കുന്നതെന്ന് നോക്കിക്കോ. അങ്ങനെ പറഞ്ഞ് അത് അവിടെ നിന്നും പോയി. അടുത്ത ദിവസം രാവിലെ തന്നെ മഴ പെയ്യാൻ തുടങ്ങി. ഇപ്പോ കൊക്കിന്റെ കൂട്ടങ്ങൾ എവിടേക്കും പോയില്ല. എല്ലാ മൃഗങ്ങളും ഒരു ഭയവുമില്ലാതെ ഇരുന്നു. ഇത്തവണ പ്രളയമുണ്ടാവില്ലെന്ന് അവർ വിചാരിച്ചു. എന്നാൽ അവരെല്ലാവരും കണ്ടത് ഇത്തവണ മുൻപത്തേക്കാൾ കൂടുതൽ വെള്ളം കാട്ടിലേക്ക് കയറുന്നതാണ്. അതിനുശേഷം അവരെല്ലാവരും കൂടെ കൊക്കിന്റെ അടുത്തേക്ക് പോയി. കൊക്കെ, നീ മഴവെള്ളം പോകാൻ വേണ്ടി ഒരു കനാല് നീ ഉണ്ടാക്കിക്കൊണ്ടിരുന്നില്ലേ? ഇത്തവണ വെള്ളം വളരെ വേഗത്തിൽ ഉയരുന്നുണ്ട്. അതെങ്ങനെ സംഭവിച്ചു? ഞാൻ വളരെ നന്നായിട്ടാണല്ലോ കനാൽ ഉണ്ടാക്കിയത്. വെള്ളം കെട്ടി നിൽക്കാൻ ഒരു വഴിയില്ലല്ലോ. പിന്നെയും മഴ കൂടിക്കൊണ്ടിരുന്നു. കാട്ടിലേക്ക് വെള്ളം അധികമായി വരാൻ തുടങ്ങി. കാണ്ടാമൃഗത്തിന്റെ ഗുഹ വളരെ ഉയരത്തിലായിരുന്നു. പക്ഷേ ഇത്തവണ വെള്ളം അതിന്റെ ഗുഹയിലും എത്തി. വെള്ളം ഉയർന്ന് ഗുഹയുടെ പകുതി വരെയായി. അപ്പോൾ എല്ലാ മൃഗങ്ങളും കൊക്കിനെയും കൂട്ടി നല്ല ഉയരമുള്ള ഒരു സ്ഥലത്ത് പോയി നിന്നു. വെള്ളം വളരെ വേഗം ഉയർന്നു വന്നുകൊണ്ടേയിരുന്നു. ആനയ്ക്ക് മാത്രമേ ആ വെള്ളത്തിലൂടെ നടക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അതിന്റെയും കഴുത്തുവരേക്കും വെള്ളം ഉയർന്നു. ആനയ്ക്ക് പുറകെ ആ കാണ്ടാമൃഗവും അവിടേക്ക് എത്തി. എല്ലാം എന്റെ തെറ്റുകൊണ്ട് സംഭവിച്ചതാ. ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണ്. എന്തു പറ്റി കാണ്ടോ? ഇതില് നീ എന്ത് തെറ്റ് ചെയ്തു? കൊക്കിനെ എല്ലാവരും പ്രശംസിക്കുന്നത് കണ്ട് എനിക്ക് അസൂയായിരുന്നു. അതുകൊണ്ട് അവന്റെ കനാൽ ഒരു മരം പിഴുതിട്ട് ഞാനങ്ങ് മൂടിക്കളഞ്ഞു. ഞാൻ വിചാരിച്ചു എല്ലാ തവണത്തെ പോലെയും ഇത്തവണയും വെള്ളം ഇവിടെ നിന്നും വേഗത്തിൽ ഒഴുകി പോവുമെന്ന്. എന്നാൽ ഇത്തവണ പെയ്ത മഴയിൽ എന്റെ ഗുഹ വരെ അതിൽ മുങ്ങിപ്പോയി. നിന്റെ അസൂയ ഈ കാടിനെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതിൽ നിന്ന് നിനക്ക് എന്ത് ലഭിച്ചു? നീ പറയൂ. എന്നോടെല്ലാവരും ക്ഷമിക്കണം. രാമുവാനെ, എന്റെ കൂടെ വരൂ. നമുക്കെല്ലാവർക്കും ചേർന്ന് ആ മരം എടുത്തു കളയാം. ഇപ്പോഴെല്ലാ മൃഗങ്ങളും ആ പാറയുടെ മുകളിൽ തന്നെ നിലയുറപ്പിച്ചു. ആനയും കാണ്ടാമൃഗവും മാത്രമേ അവിടേക്ക് പോയുള്ളൂ. അപ്പോഴാണ് അവർ കണ്ടത് ആ കനാൽ കുഴിച്ചിരുന്ന വഴിയിൽ 2 മരം വീണ് കിടക്കുന്നത്. വരൂ രാമുവാനെ, നമുക്ക് രണ്ടുപേർക്കും ഈ മരം എടുത്തു കളയാം. ആ സമയം ആനയും കാണ്ടാമൃഗവും ചേർന്ന് ആ മരങ്ങൾ എടുത്തു മാറ്റിയ ഉടനെ അവിടെ ഉണ്ടായിരുന്ന വെള്ളം മുഴുവൻ നദിയിലേക്ക് ഒഴുകിപ്പോയി. കുറച്ചു സമയത്തിനുള്ളിൽ കാട്ടിലുണ്ടായിരുന്ന വെള്ളം മുഴുവൻ പൂർണ്ണമായും ഒഴുകിപ്പോയി. എല്ലാ മൃഗങ്ങളും ഇത് കണ്ട് സന്തോഷത്തിലായി. ഉടനെ ആനയും കാണ്ടാമൃഗവും അവിടെ നിന്നും തിരിച്ചു വന്നു. കാണ്ടാമൃഗം അതിന്റെ ഗുഹയിൽ നിന്നും വെള്ളം ഒഴുകിപ്പോയത് കണ്ട് സന്തോഷിച്ചു. എല്ലാ മൃഗങ്ങളും ഉടനെ തന്നെ കൊക്കിന്റെ അടുത്തേക്ക് പോയി. കൊക്കിന്റെ ആ പ്രവൃത്തിയിൽ എല്ലാവരും കൊക്കിനെ അഭിനന്ദിച്ചു. കൊക്കെ, എന്നോട് ദയവായി ക്ഷമിക്കണം. ഇനി ഞാൻ ആരോടും ഒരിക്കലും അസൂയ കാണിക്കില്ല. നീ ഇല്ലായിരുന്നെങ്കിൽ ഈ കാട് ആകെ നശിച്ചു പോയേനെ. കാണ്ടാമൃഗം, നീ വിഷമിക്കണ്ട. അതിനുശേഷം എല്ലാ മൃഗങ്ങളും കാട് നന്നായി സംരക്ഷിച്ചു. പിന്നെയും ഒരുപാട് മഴ പെയ്തു. പക്ഷെ പിന്നെ ഒരിക്കലും കാട്ടില് വെള്ളം തങ്ങി നിന്നിട്ടില്ല. ഇന്ന് ആ വികലാംഗനായ കൊക്ക് കാട്ടിലെ ഹീറോയാണ്.